നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറും. പകരക്കാരൻ ആരെന്നതിൽ തീരുമാനമായില്ല. ആന്റണിക്കും സണ്ണി ജോസഫിനും സാധ്യത. നേതൃമാറ്റം ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് പരിഗണിച്ച്. നിലവിലെ അധ്യക്ഷന്റെ അനാരോഗ്യവും തിരിച്ചടിയെന്ന് റിപ്പോർട്ട്. നേതൃമാറ്റത്തിനെതിരെ എറണാകുളം ആലുവയിൽ പോസ്റ്റർ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന് കെ രാജൻ. മൊഴി വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും കെ രാജൻ. പൂരം വിവാദത്തിൽ DGP ഈ മാസം റിപ്പോർട്ട് നൽകും. കെ രാജന്റേത് പ്രധാനപ്പെട്ട മൊഴിയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സാക്ഷരതാ പ്രവർത്തക KV റാബിയ അന്തരിച്ചു. അന്ത്യം 59-ാം വയസ്സിൽ കോട്ടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച്. ശാരീരിക പരിമിതികൾ മറികടന്ന അക്ഷര വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വം. 2022-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. വിടവാങ്ങിയത് നിരക്ഷരരായ നിരവധി പേർക്ക് അക്ഷര വെളിച്ചമേകി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നത് ബാറ്ററി പൊട്ടിത്തെറിച്ചതിനെ തുടർന്നെന്ന് റിപ്പോർട്ട്. ബാറ്ററി സൂക്ഷിച്ച റൂമിൽ തീ പടർന്നതോടെ കെട്ടിടത്തിൽ പുക നിറഞ്ഞു. പൊട്ടിത്തെറിക്ക് കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ്. പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. കെട്ടിടത്തിലെ പരിശോധന തുടരും. ജീവനക്കാരുടെ മൊഴിയും CCTV ദൃശ്യങ്ങളും ശേഖരിക്കും. പൂരാവേശത്തിലേക്ക് തൃശൂർ നഗരി. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കം. സാമ്പിൾ വെടിക്കെട്ട് വൈകിട്ട്. തൃശൂർ പൂരം മറ്റന്നാൾ. തമിഴ്നാട് തിരുവാരൂരിലുണ്ടായ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. അപകടം ഒമിനി വാനും ബസ്സും കൂട്ടിയിടിച്ച് 3 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിലേക്ക് പോയ സംഘം. തിരുവനന്തപുരം പട്ടത്ത് വാഹനാപകടത്തിൽ ഓട്ടോയ്ക്ക് തീപിടിച്ച് 1 മരണം. മരിച്ചത് ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന സുനി. ഓട്ടോ പൂർണ്ണമായും കത്തി നശിച്ചു. അപകടം അമിത വേഗതയിൽ എത്തിയ കാർ ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ച്. കാർ ഓടിച്ചിരുന്നത് ശ്രീകാര്യം സ്വദേശി 19-കാരൻ അയാൻ. തിരുവനന്തപുരം അമ്പൂരിൽ അച്ഛൻ മകനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് കുന്നമംഗലം സ്വദേശി മനോജ്. അച്ഛൻ വിജയൻ കൊലപാതകത്തിന് ശേഷം കീഴടങ്ങിയത് കാരിക്കുഴ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിലെത്തി. കൊലപാതകം വസ്തുതർക്കത്തെ തുടർന്നെന്ന് നിഗമനം. അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയിൽ 8 വെടിവെപ്പ്. ശക്തമായി തിരിച്ചടിച്ചെന്ന് സൈന്യം. ചൈനാബ് നദിയിലെ ബഗ്ലിഹാം ഡാമിന്റെ ഷട്ടർ താഴ്ത്തി ഇന്ത്യ. പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം കുറച്ചു. ഇന്ത്യൻ കപ്പലുകൾ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് വിലക്കി പാകിസ്ഥാൻ. ശ്രീനഗറിൽ ആക്രമണമുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നതായി റിപ്പോർട്ട്. ഏപ്രിൽ 19-ന് ആക്രമണമുണ്ടാകുമെന്ന് റിപ്പോർട്ട് ലഭിച്ചിരുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ. ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമാക്കി സുരക്ഷാ സേന. രാജസ്ഥാൻ അതിർത്തിയിൽ ഒരു പാകിസ്ഥാൻ റേഞ്ചർ പിടിയിലായത് ഔദ്യോഗിക വൃത്തങ്ങൾ.